हरि ओम। ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम। ബ്രഹ്മസൂത്രത്തിന്റെ ആദ്യത്തെ സൂത്രം അഥാതോ ബ്രഹ്മജിജ്ഞാസ, അതാണ് കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ. അതില് ഭഗവത്പാദ് ശങ്കരാചാര്യദേവന്റെ ഭാഷ്യം, വിശദീകരണം, അതാണ് കണ്ടുകൊണ്ടിരുന്നത്. പൂർവപക്ഷമായ മീമാംസകർ പറയുന്നു, ബ്രഹ്മജിജ്ഞാസ എന്നുള്ള വാക്കിൽ ബ്രഹ്മജിജ്ഞാസ, ജിജ്ഞാസാവിൻ്റെ കർമ്മം, ജിജ്ഞാസാവിൻ്റെ കർമ്മം അത് ബ്രഹ്മനാണ് സിദ്ധാന്തി പറയുന്നത്. അത് ഷഷ്ടി വിഭക്തിയിലാണ്. അപ്പൊ ഈ ഷഷ്ടി വിഭക്തിന് കർമ്മം എന്നുള്ള അർത്ഥം ആണ് ധരിക്കേണ്ടത് എന്നാണ് ആചാര്യദേവൻ പറയുന്നത്. പക്ഷെ മീമാംസകർ പറയുന്നത് അതിന് അവശേഷിക്കുന്ന ഒന്ന് എന്നുള്ള അർത്ഥം ആ രീതിയിൽ നമുക്ക് എടുക്കാം എന്ന്. അപ്പൊ അതിന് ആ ഒരു ആക്ഷേപത്തിനെ, എതിർപ്പിനെ പരിഹരിച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരം കൊടുക്കുന്നതാണ് ആചാര്യദേവൻ. അതിൽ ആദ്യം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നേരിട്ട് തന്നെ ഷഷ്ടി ഉണ്ട്, നേരിട്ട് തന്നെ ജിജ്ഞാസന്റെ കർമ്മം, ഉദ്ദേശം ബ്രഹ്മനാണ്. അപ്പൊ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മാത്രമല്ല അതിനോട് യോജിക്കുന്ന മറ്റു കാര്യങ്ങളും അതില് നാം ഉൾപ്പെടുത്തേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അതും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഒരു രാജ പോകുന്നു എന്ന് പറയുമ്പോൾ രാജാവിനോടൊപ്പമുള്ള മന്ത്രിമാരും സേവകന്മാരും എല്ലാം തന്നെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെയാണെന്ന് പിന്നെ പറയുന്നു, ശ്രുത്യനുഗമാച്ച യതോ വാ ഇമാനി ഭൂതാനി ജായന്തെ ഇത്യാദ്യാഹ ശ്രുതയഃ തദ് വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മ ഇതി പ്രത്യക്ഷമേവ ബ്രഹ്മണോ ജിജ്ഞാസാകർമ്മത്വം ദർശയന്തി. തച്ച കർമ്മണി ഷഷ്ടി പരിഗ്രഹേ സൂത്രേണ അനുഗതം ഭവതി. തസ്മാത് ബ്രഹ്മണഃ ഇതി കർമ്മണി ഷഷ്ടി. ശ്രുതി അനുഗമാച്ച, അതായത് ഈ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുമ്പോൾ ജിജ്ഞാസാവിൻ്റെ കർമ്മം, വ്യാകരണത്തിൽ നമ്മൾ പറയുന്ന കർമ്മം, കർത്താവ്, കർമ്മം. അപ്പോൾ ആ കർമ്മം ബ്രഹ്മനാണ്. എന്തുകൊണ്ടാണ്? ശ്രുതി അനുഗമാച്ച. കാരണം ഇത് ശ്രുതി, അതായത് ശാസ്ത്രങ്ങളിൽ, വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതോട് ഇതിന് യോജിപ്പുണ്ട്. യതോ വാ ഇമാനി ഭൂതാനി ജായന്തെ, തൈത്രീയ ഉപനിഷത്തിൽ 3-ാമത്തെ ഭാഗത്തിൽ വരുന്ന ആദ്യത്തെ മന്ത്രമാണ് യതോ വാ ഇമാനി ഭൂതാനി ജായന്തെ. അതായത് യതഃ, എവിടെ നിന്നാണോ, വൈ സന്ധിയിൽ വാ എന്നാകുന്നു, തീർച്ചയായിട്ടും ഇമാനി ഭൂതാനി ജായന്തെ, ഈ ജീവികൾ, ഈ ജീവൻകൾ, ജായന്തെ ജനിക്കുന്നു, അതായത് ബ്രഹ്മനാണ് എല്ലാം ജനിക്കുന്നത്. ഇത്യാദ്യാഹ എന്ന് പറയുന്ന മന്ത്രങ്ങളിലും, ശ്രുതയഃ അതിലും, പിന്നെ തൈത്രീയ ഉപനിഷത്തിൽ തന്നെ ആ സ്ഥലത്തിന് തദ് വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മ, തത് അതിനെ, വിജിജ്ഞാസസ്വ താൻ
അതായത് നീ അറിയാൻ ആഗ്രഹിക്കേ, നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കൂ. വിജിജ്ഞാസസ്വ, നീ അറിയാൻ ആഗ്രഹിക്കൂ. എന്തിനെ അറിയാൻ ആഗ്രഹിക്കണം? എന്തിൽ നിന്നാണോ എല്ലാ ജീവനുകളും വരുന്നത്, ജനിക്കുന്നത്, അതിനെ അറിയാൻ ആഗ്രഹിക്കൂ. ഇത് പ്രത്യക്ഷമേവ ബ്രഹ്മണോ. അപ്പൊ ഇവിടെ തദ് വിജിജ്ഞാസസ്വ, അതിനെ അറിയാൻ ആഗ്രഹിക്കൂ. യതോ വാ ഇമാനി ഭൂതാനി ജായന്തെ, ഏതിൽ നിന്നാണോ എല്ലാ ജീവനുകളും ജനിക്കുന്നത് അതിനെ അറിയാൻ ആഗ്രഹിക്കുന്ന തദ് ബ്രഹ്മ, അത് ബ്രഹ്മനാണെന്നും വ്യക്തമായി, ഇത് പ്രത്യക്ഷമേവ, വ്യക്തമായി തന്നെ. അങ്ങനെ ഇത് ഇങ്ങനെ പ്രത്യക്ഷം വ്യക്തമായി ഏവ തന്നെ ബ്രഹ്മണോ ജിജ്ഞാസ കർമ്മത്വം ദർശയന്തി. ബ്രഹ്മനിന്റെ ജിജ്ഞാസ എന്നുള്ള ആ ക്രിയാപദത്തിന്റെ കർമ്മമായി വരുന്ന ബ്രഹ്മൻ എന്നുള്ള വാക്ക്, അതിന്റെ കർമ്മമാണ് എന്നുള്ളത്. കർമ്മത്വം കർമ്മമാണ്. വ്യാകരണത്തിൽ നമ്മളൊരു വാക്യത്തിൽ ക്രിയ, കർത്താവ്, കർമ്മം എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇതില് ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുമ്പോൾ അതിൽ ജിജ്ഞാസ എന്നുള്ള കർമ്മത്തിന്റെ കർമ്മം, ജിജ്ഞാസ എന്നുള്ള ക്രിയാപദത്തിന്റെ കർമ്മം ബ്രഹ്മനാണ് എന്നുള്ളത് ഇവിടെ പ്രത്യക്ഷമേവ ദർശയന്തി, വ്യക്തമായി തന്നെ ഇവിടെ നമുക്ക് അവതരിപ്പിക്കുന്നു, വ്യക്തമായി തന്നെ അവതരിപ്പിക്കുന്നു. ദർശയന്തി, അവതരിപ്പിക്കുന്നു. അപ്പോ എങ്ങനെ? യതോ വാ ഇമാനി ഭൂതാനി ജായന്തി തദ് വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മ. ആ എവിടുന്നാണോ എല്ലാ ജീവനും ജനിക്കുന്നത് അതിനെ അറിയൂ, അത് ബ്രഹ്മനാണ് എന്നുള്ളത്. അപ്പൊ അവിടെ വ്യക്തമായി. ഈ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുമ്പോൾ അതാണല്ലോ അറിയേണ്ടത്, അറിയാനുള്ള ആഗ്രഹം അതിനാണ് വേണ്ടത്. എന്തിന്? ബ്രഹ്മന്. അപ്പോ അത് വ്യക്തമായി തന്നെ ഇവിടെ ജിജ്ഞാസ എന്നുള്ള ക്രിയാപദത്തിന്റെ കർമ്മം ബ്രഹ്മനാണ് എന്നുള്ളത് വ്യക്തമായി തന്നെ ഇവിടെ അവതരിപ്പിക്കുന്നു. തച്ച കർമ്മണി ഷഷ്ടി പരിഗ്രഹേ സൂത്രേന അനുഗതം ഭവതി. തത്ത് എന്ന് പറയുന്ന ബ്രഹ്മൻ, തത് ബ്രഹ്മ. അപ്പൊ അതുകൊണ്ട് അത് ആ വാക്യം, ഈ മന്ത്രം കർമ്മണി ഷഷ്ടി പരിഗ്രഹേന, നമ്മള് ഷഷ്ടി വിഭക്തിയില് കർമ്മത്തിനെ എടുത്താൽ, കർമ്മമായിട്ട് അതിനെ കണക്കാക്കിയാൽ, അപ്പോ സൂത്രേന അനുഗതം ഭവതി. തത്ത് സൂത്രേന അനുഗതം ഭവതി. തത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോ ഈ തൈത്രീയ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള മന്ത്രമാണ്. ആ മന്ത്രം സൂത്ര, ബ്രഹ്മസൂത്രത്തിന്റെ ആദ്യത്തെ സൂത്രമായ അതാപ ബ്രഹ്മ ജിജ്ഞാസ, അതിനോടൊപ്പം തന്നെ അത് യോജിക്കും. ആ മന്ത്രം യോജിക്കും. അനുഗതം ഭവതി, അത് അതിനോടൊപ്പം അതിന് യോജിക്കും, യോജ്യമുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ശ്രുതിയിൽ പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഇവിടെ ഈ മന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്, സൂത്രത്തിലും പറഞ്ഞിട്ടുള്ളത് അതിന് യോജിപ്പുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതാണ് എടുക്കുന്നത് നല്ലത് എന്നാണ് ഇവിടെ പറയുന്നത്. തസ്മാത്, അതിനാൽ ബ്രഹ്മനഃ ഇതി കർമ്മണി ഷഷ്ടി, അതുകൊണ്ട് ബ്രഹ്മണ എന്ന് പറയുമ്പോൾ അത് കർമ്മമാകും. ഷഷ്ടി വിഭക്തിയിലെ കർമ്മം എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം. അതായത് അവശേഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല എടുക്കേണ്ടത്, കർമ്മം എന്നുള്ള അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. കാരണം അതിനുള്ള തെളിവ് നമുക്ക് ശാസ്ത്രത്തിൽ, ശ്രുതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കർമ്മം എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ എടുക്കേണ്ടത്. പിന്നെ ഇവിടെ പറയുന്നു, ജ്ഞാതും ഇച്ഛ ജിജ്ഞാസ. ജ്ഞാതും ഇച്ഛ ജിജ്ഞാസ. അപ്പോ ജ്ഞാതും ഇച്ഛ ജിജ്ഞാസ ഒന്നിനെ, അപ്പൊ ഇതുവരെ ബ്രഹ്മ ജിജ്ഞാസയില് ബ്രഹ്മനെ കുറിച്ച് പറഞ്ഞിരുന്നു. ബ്രഹ്മനാണ്, ബ്രഹ്മൻ ഏത് അർത്ഥത്തിലാണ് നമുക്ക് ഇവിടെ എടുക്കേണ്ടത്. ഇനി അങ്ങോട്ട് ജിജ്ഞാസ എന്നുള്ള അർത്ഥം പറയുന്നു. അപ്പൊ ജിജ്ഞാസ എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഇവിടെ എല്ലാം ചർച്ച ചെയ്യുന്നത് ജിജ്ഞാസ എന്നുള്ള വാക്ക്, ആ വാക്ക് സംസ്കൃത വാക്കാണ്, അല്ലാതെ മലയാള വാക്കല്ല. ജിജ്ഞാസ എന്ന് പറയുമ്പോൾ ബ്രഹ്മ ജിജ്ഞാസ, അഥാത്തോ ബ്രഹ്മ ജിജ്ഞാസ. അപ്പൊ അത് വാക്ക്
സംസ്കൃത വാക്കാണ്. അതിന്റെ ഉച്ചാരണവും സംസ്കൃതമായിട്ട് തന്നെ, സംസ്കൃത ഉച്ചാരണമായിട്ട് തന്നെ അത് വേണം. പിന്നെ സംസ്കൃതത്തിൽ ജിജ്ഞാസ എന്നുള്ളതിന്റെ അർത്ഥം അറിയാനുള്ള ആഗ്രഹം എന്നാണ്. മലയാളത്തിലുള്ളതുപോലെ ഒരു ഔത്സുക്യമല്ല. ഇംഗ്ലീഷിൽ നമ്മൾ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് അതല്ല. അപ്പൊ അതിന് സംസ്കൃതത്തിലെ വാക്ക് ഔത്സുക്യ എന്ന് തന്നെയാണ്. ഉത്സുക, ഔത്സുക്യ എന്നുള്ളതാണ്. കൗതൂഹല എന്നുള്ളതാണ്. അതല്ല ഇവിടെ ജിജ്ഞാസ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇവിടെ ജിജ്ഞാസ എന്നുള്ള വാക്കിന്റെ അർത്ഥം ജ്ഞാതും ഇച്ഛ, അതായത് അറിയാനുള്ള ആഗ്രഹം. അപ്പൊ ഇവിടെ ജിജ്ഞാസ സംസ്കൃത വാക്കാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജ്ഞാതും ഇച്ഛ ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. അപ്പോ ഇവിടെ ഇച്ഛ, ജിജ്ഞാസ, ഇത് രണ്ടും തന്നെ ഒന്നിച്ച് നമ്മൾ കാണേണ്ടതാണ്. പിന്നെ ശങ്കരാചാര്യദേവൻ പറയുന്നു, അവഗതി പര്യന്തം ജ്ഞാനം സൻവാച്യായാഹ ഇച്ഛായാഹ കർമ്മ ഫലവിഷയത്വാദ് ഇച്ഛായാഹ. ജിജ്ഞാസ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യയമുണ്ട്. എന്താണ് ഈ പ്രത്യയം? സൻ എന്നുള്ളതാണ് പ്രത്യയം. പ്രത്യയം എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാകരണത്തിൽ ഒരു ക്രിയാപദം എടുത്തെങ്കിൽ ആ ക്രിയാപദത്തിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചേർത്ത അത് ഉപസർഗം എന്ന് പറയും. അതിന് ആ ക്രിയാപദത്തിന് അവസാനത്തിൽ എന്തെങ്കിലും ചേർത്ത അതിന് പ്രത്യയം എന്ന് പറയും. അപ്പോൾ സംസ്കൃതത്തിൽ അത് തന്നെയാണ് ഉപസർഗ. ഉപസർഗ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന പ്രിഫിക്സ്. ഏബിൾ എന്നൊരു വാക്ക്, അതായത് കഴിവ്, ഏബിൾ കഴിവുണ്ട് എന്നുള്ളതാണ്. അനേബിൾ എന്ന് പറഞ്ഞാൽ ഇന്ന് രണ്ട് ഭാഗങ്ങളിലാണ് വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഒരു വാക്ക് നമ്മൾ ഉദാഹരണത്തിന് എടുത്തെങ്കിൽ ഏബിൾ, ഏബിൾ എന്ന് വെച്ചാൽ കഴിവുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അതിലൊരു ഉപസർഗം നമ്മൾ ചേർത്തു, അൺ, യു എൻ, അൺ എന്ന ഉപസർഗം നമ്മൾ ചേർത്താൽ അനേബിൾ എന്ന് വരും. അപ്പോൾ മലയാളത്തിൽ അനേബിൾ എന്ന് വെച്ചാൽ കഴിവില്ലാത്ത, കഴിവില്ല എന്നുള്ള അർത്ഥമാണ്. മലയാളത്തിൽ നമ്മൾ ഒരു വാക്കെടുക്കാം, നിശ്ചിതത, നിശ്ചിതമായ. അപ്പോൾ ആ വാക്കിൻ്റെ മുമ്പ് നമ്മൾ അ എന്നുള്ള ഒരു ഉപസർഗം ചേർത്താൽ അനിശ്ചിതമായ എന്നുള്ള അർത്ഥം വരും. അപ്പൊ നിശ്ചിതമായ, അനിശ്ചിതമായ. അപ്പൊ അതുപോലെ തന്നെയാണ് ഉപസർഗം. ഉപസർഗം ഇവിടെ പ്രത്യയം. പ്രത്യയം എന്താണ്? ജിജ്ഞാസ. അപ്പോ അതില് ഉപസർഗമുണ്ട്, പ്രത്യയമുണ്ട്. ഇവിടെ പ്രത്യയം വരുന്നത് സൻ എന്നുള്ള പ്രത്യയമാണ്. അതുകൊണ്ടാണ് അത് സ എന്ന് വരുന്നത്. അപ്പൊ സൻ പ്രത്യയം, ഇത് പിപാസ, അതായത് കുടിക്കാനുള്ള ആഗ്രഹത്തിനും പിപാസ എന്ന് പറയും. അപ്പൊ അവിടെയും സൻ പ്രത്യയമാണ് വരുന്നത്. അപ്പൊ ഈ സൻ പ്രത്യയം വരുമ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ജ്ഞാനം, അവഗതി പര്യന്തം ജ്ഞാനം, അവഗതി പര്യന്തം ജ്ഞാനം സൻവാച്യയാഹ ഇച്ഛായാഹ കർമ്മ, കർമ്മ, ഇച്ഛായാഹ കർമ്മ. ഈ സൻ എന്നുള്ള പ്രത്യയം കൊണ്ട് എന്താണ് അതിന്റെ അർത്ഥം എന്താണ്? സൻ പ്രത്യയം കൊണ്ട് ബോധ്യപ്പെടുത്തുന്നത്, സൻ പ്രത്യയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? ഇച്ഛായാഹ കർമ്മ. അതായത് സൻ പ്രത്യയ കൊണ്ട് പറയുന്നത് ഒരു ആഗ്രഹത്തിന്റെ കർമ്മമാണ്. വ്യാകരണത്തിൽ പറയുന്ന കർമ്മം, അതായത് ആഗ്രഹത്തിന്റെ ഉദ്ദേശമാണ്. എന്താണ് അത് ഉദ്ദേശം? അവഗതി പര്യന്തം ജ്ഞാനം, അവഗതി പര്യന്തം ജ്ഞാനം. അപ്പൊ അവഗതി എന്ന് വെച്ചാൽ അനുഭൂതി,
അനുഭവം എന്നാണ്. എന്തിന്റെ അനുഭവം? ബ്രഹ്മാനുഭൂതി, ബ്രഹ്മാനുഭവം. അപ്പൊ ബ്രഹ്മാനുഭവത്തിൽ അവഗതി പര്യന്തം, ബ്രഹ്മാനുഭവത്തിൽ അവസാനിക്കുന്ന ജ്ഞാനം, ബ്രഹ്മാനുഭവത്തിൽ കൊണ്ടു ചേർക്കുന്ന ജ്ഞാനം. ബ്രഹ്മാനുബുദ്ധിയാണ്, ബ്രഹ്മാനുഭവമാണ് അതിൻ്റെ അവസാനം. അപ്പൊ ബ്രഹ്മാനുഭവത്തിൽ അവസാനിക്കുന്ന ജ്ഞാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സൻ പ്രത്യയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മ അനുഭവത്തിൽ അവസാനിക്കുന്ന ജ്ഞാനമാണ്. എന്തുകൊണ്ട് അങ്ങനെ? കാരണം ഈ ജിജ്ഞാസ, അപ്പോ ഒരു ആഗ്രഹം, ആഗ്രഹത്തിന്റെ ഉദ്ദേശം, ആഗ്രഹത്തിന്റെ കർമ്മം, ആഗ്രഹത്തിന്റെ ഉദ്ദേശം അത് എപ്പോഴും ഒരു ഫലമായിരിക്കണമല്ലോ എന്നാണ്. കാരണം ഫലമാണ് എപ്പോഴും ഒരു ആഗ്രഹത്തിന്റെ ഉദ്ദേശം. നമുക്ക് ഒരു ഐസ്ക്രീം കഴിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഐസ്ക്രീം കഴിക്കുന്നതായിരിക്കും ആ ആഗ്രഹത്തിന്റെ ഉദ്ദേശം, ആ ആഗ്രഹത്തിന്റെ കർമ്മം. അതായത് ഐസ്ക്രീം കിട്ടി കഴിച്ചു എന്ന്. ഏതൊരു ആഗ്രഹത്തിന്റെയും ഉദ്ദേശം ആ ആഗ്രഹത്തിന്റെ ഫലമാണ്. അത് ആ ഫലം നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഫലവിഷയത്വാദ് ഇച്ഛായാഹ ഫലവിഷയത്വാദ്. ഏതൊരു ആഗ്രഹത്തിന്റെയും കർമ്മം, അതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന കർമ്മമാണ്. വാക്യത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കർത്താവ്, കർമ്മം എന്നൊക്കെ കാണുമ്പോൾ അതിൻ്റെ ആഗ്രഹത്തിന്റെ കർമ്മമായിട്ട് നമ്മൾ ഫലമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണോ ആഗ്രഹം അത് നമുക്ക് ഫലമായി കിട്ടണം, അതാണ്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ സൺ എന്നുള്ള പ്രത്യയത്തിന്റെ അർത്ഥം ആ ആഗ്രഹത്തിന്റെ കർമ്മമായ അവഗതി പര്യന്തം ജ്ഞാനം, ബ്രഹ്മാനുഭവത്തിൽ അവസാനിക്കുന്ന ജ്ഞാനമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജ്ഞാനേന ഹി പ്രമാണേന അവഗന്തും ഇഷ്ടം ബ്രഹ്മ. തീർച്ചയായിട്ടും ഹി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ജ്ഞാനേന ഹി, ജ്ഞാനം വഴിയിൽ, ജ്ഞാനത്തിലൂടെയാണ്, പ്രമാണേന അപ്പൊ ജ്ഞാനത്തിലൂടെയാണ്, തീർച്ചയായിട്ടും ജ്ഞാനത്തിലൂടെയാണ്, പ്രമാണത്തിലൂടെയാണ് ബ്രഹ്മ അവഗന്തും ഇഷ്ടം, ആ ബ്രഹ്മനെ അവഗന്തും ഇഷ്ടം ആഗ്രഹിക്കുന്നത്, അവഗന്തും അനുഭവിക്കാൻ, ആ ബ്രഹ്മനെ കാണാൻ അല്ലെങ്കിൽ ബ്രഹ്മന്റെ അനുഭവം ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ജ്ഞാനത്തിലൂടെയാണ്, പ്രമാണങ്ങളിലൂടെയാണ്. അപ്പൊ പ്രമാണം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നു, ശാസ്ത്ര പ്രമാണം, ശ്രുതി പ്രമാണം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നു ഇങ്ങനെ ബ്രഹ്മൻ ഉണ്ട് എന്ന്. അപ്പോ ശ്രോതവ്യോ മന്തവ്യോ നിരിധ്യാസിതവ്യ എന്ന് ശാസ്ത്രത്തിൽ പറയുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നു. അപ്പൊ ഒരു പ്രമാണം, അവിടെ പ്രമാണത്തിനൊരു വലിയൊരു പങ്ക് തന്നെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ജ്ഞാനം, ഈ ജ്ഞാനം വഴിയാണ്, ബ്രഹ്മത്തിന്റെ ജ്ഞാനം വഴിയാണ് നമ്മളത് മനസ്സിലാക്കുന്നതും. അപ്പോ ഈ ബ്രഹ്മനെ നമ്മൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത് ജ്ഞാനത്തിലൂടെയാണ്, പ്രമാണങ്ങളിലൂടെയാണ്. ബ്രഹ്മ അവഗതി ഹി പുരുഷാർത്ഥ നിശേഷ സംസാര ബീജാവിദ്യാദി അനർത്ഥ നിർവഹനാത് തസ്മാത് ബ്രഹ്മ ജിജ്ഞാസിതവ്യം. അപ്പോ ബ്രഹ്മ അവഗതി ഹി പുരുഷാർത്ഥ, ബ്രഹ്മാവഗതിർ ഹി പുരുഷാർത്ഥ. എന്താണ് പുരുഷാർത്ഥം? അതായത് ജീവിതത്തിന്റെ, മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്? 4 ഉദ്ദേശങ്ങളാണ്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ.
അവസാനത്തെ ഉദ്ദേശം എന്താണ്? മോക്ഷമാണ്. അതിനെ നമ്മൾ പുരുഷാർത്ഥം എന്ന് പറയുന്നു. അപ്പോൾ 4 പുരുഷാർത്ഥങ്ങളിൽ അവസാനത്തെ പുരുഷാർത്ഥം, ചരമപുരുഷാർത്ഥം മോക്ഷമാണ്. മോക്ഷം അത് ബ്രഹ്മ അവഗതിയാണ്. അതായത് ബ്രഹ്മനെ മനസ്സിലാക്കുന്നതാണ്, ബ്രഹ്മന്റെ ജ്ഞാനമാണ്, ബ്രഹ്മജ്ഞാനമാണ്. അപ്പൊ അത് പറയുന്നു ബ്രഹ്മ അവഗതിർഹി പുരുഷാർത്ഥ. ബ്രഹ്മന്റെ ജ്ഞാനമാണ് ഇവിടെ പുരുഷാർത്ഥം എന്ന് മാത്രം പറയുന്നത്. അപ്പൊ ചരമപുരുഷാർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ വെറുതെ ജീവിത ലക്ഷ്യം, മനുഷ്യ ജീവിത ലക്ഷ്യം എന്നും മനസ്സിലാക്കാം. ഇപ്പൊ ബ്രഹ്മ അവഗതിർഹി പുരുഷാർത്ഥ എന്നാൽ അതിന്റെ അർത്ഥം, അങ്ങനെ പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം ബ്രഹ്മജ്ഞാനം തന്നെയാണ്. ഹി എന്ന് പറയുന്നത് തന്നെ ആണ് എന്നുള്ള അർത്ഥം വരും. ഇപ്പൊ ബ്രഹ്മജ്ഞാനം തന്നെയാണ് മനുഷ്യ ജീവിത ലക്ഷ്യം. ഭഗവാൻ രാമകൃഷ്ണദേവൻ പറയുന്നു ഈശ്വര സാക്ഷാത്കാരമാണ്, അല്ലെങ്കിൽ ഭഗവാനെ അറിയുന്നതാണ്, ഭഗവാന്റെ അനുഭൂതിയാണ് മനുഷ്യ ജീവന്റെ ലക്ഷ്യം എന്ന്. അപ്പോ അത് തന്നെയാണ് ഇവിടെ ശങ്കരാചാര്യദേവനും പറയുന്നത്. ബ്രഹ്മ അവഗതിർഹി പുരുഷാർത്ഥം. അപ്പൊ പുരുഷാർത്ഥം എന്താണ്? ബ്രഹ്മ അവഗതിഹി, മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.